അതുപോലെ പിന്നെ ബസ്സിൽ ഈ മീൻകൂട്ട കയറ്റില്ല. അന്നത്തെ റൂട്ട് ബസ്സുകൾ വരുന്നുണ്ട് അഞ്ചേതെങ്കിലും അവിടെ ഇവിടെയൊക്കെ, പക്ഷേ മീൻകൂട്ട കയറ്റില്ല, അത് നാറുമല്ലോ. അങ്ങനെ ഇവർ സമരം ചെയ്തു. അപ്പോഴത്തേക്കും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഞാൻ പറയണത്, ടോം ലോക്കലായിട്ട് തെളിയിച്ച് കാണിച്ചു കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിന്നാൽ, പൊരുതിയാൽ നിങ്ങൾക്കും അതിനുള്ള പൊരുതാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്കും കിട്ടും. അങ്ങനെ ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടിട്ട് ആ ഏരിയയിലേക്ക് പോകുന്ന ബസ്സുകൾക്കൊരു പ്രത്യേക സെക്ഷൻ വെച്ചിട്ട് അവരുടെ മീൻകൂട്ട വെക്കാനുള്ളൊരു സംവിധാനം. ബാക്കിയുള്ളവർ കയറുന്നവർ അതനുസരിച്ച് നിന്നാൽ മതി. ഇവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞങ്ങളന്ന് 3 പേരുണ്ടായിരുന്നു. 3 പേരും കൂടെയാണ് ഈ പർട്ടിക്കുലർ ഇടവകയിലേക്ക് പോകുന്നത്. അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമുള്ള 5 തെങ്ങ് കോട്ടയ്ക്കടുത്താണത്. കോട്ടയുടെ ഒരു വശം തുടങ്ങിക്കഴിഞ്ഞ് പൂത്തുറ എന്ന് പറയും. പൂത്തുറയിൽ നിന്ന് തോമസ് കോച്ചേരി തുടങ്ങി അവസാനം വേൾഡ് ലെവലിലെത്തി, WFF രൂപീകരിച്ച്. അപ്പം അത് വേറെ ആർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം ടോം എന്ന് പറഞ്ഞ ആൾ ഒരു ബോൺ ലീഡറായിരുന്നു, ഒരു വിഷനറി ആയിരുന്നു, ഒരു പക്ക പൊളിറ്റീഷ്യനുമായിരുന്നു. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് സംഗതികൾ കൈകാര്യം ചെയ്യും. ഒരുപാട് നാട്ടറിവും കഴിവുമൊക്കെ വേണേ. കാണുമ്പോൾ നിസ്സാര ഒരു കരമടി ഓപ്പറേറ്റ് ചെയ്യണേ, സ്വല്പം ഒരു ബാലൻസ് തെറ്റി അവർക്ക് തന്നെ അടി പകർന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ ടോം തുടങ്ങിയ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ, അത് ഞങ്ങളവിടെ ടോമാണ് അത് തുടങ്ങിയത്. അതിനു മുമ്പ് ഈ രാഷ്ട്രീയക്കാരുടെ എന്തൊക്കെയോ സംഘടനകളുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ ഞാൻ വിലയിരുത്തിയിരിക്കുന്നത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ടോം തുടങ്ങിയത്, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ചുമ്മാ ഒരു സംഘടനയല്ല, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുക. ടോം പലതും ചെയ്ത് കാണിച്ചു കൊടുത്തു. ആളുകളെ കൂട്ടിയിട്ട് ലോക്കലായിട്ടുള്ള സമരങ്ങൾ നടത്തി. അപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ഇടവകയിലുണ്ടായിരുന്നപ്പോൾ തന്നെ പുള്ളി യൂണിയൻ തുടങ്ങുകയാണ്. അപ്പോൾ 5 തെങ്ങ് കായൽ കടന്ന് വന്നു കഴിഞ്ഞാൽ ചിറയൻകീഴ് ടൗണാണ്. ചിറയൻകീഴ് ടൗണിൽ വലിയൊരു മാർക്കറ്റുണ്ട്. അവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ പിന്നെ സ്ത്രീകളാണ് കൊട്ടയും കൊണ്ട്, കൊട്ട നിറച്ച് മീനുമായിട്ട്, ഇപ്പോൾ ചെമ്പ് പാത്രം ഉപയോഗിക്കുന്നത്, ഈ മാർക്കറ്റിൽ പോകും അവരുടെ മീൻ വിൽക്കാനായിട്ട്. അപ്പോൾ അവിടെ എന്തോ ഉന്തും തള്ളും അവർ ആട്ടി ഇറക്കി വിടുകയൊക്കെ ചെയ്ത് സ്ത്രീകളെ അപമാനിച്ച് അവഹേളിച്ച്. അപ്പോൾ ഇത് അവരുടെ നാട്ടിലല്ല, അവിടെ നിന്ന് 5 തെങ്ങ് കായൽ കടന്നു പോകുമ്പോൾ എല്ലാപ്പെട്ട വിഭാഗക്കാരും ഉണ്ട് അവിടെ. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് വന്നു. ടോം അതെടുത്തിട്ട് ആളുകളെ സംഘടിപ്പിച്ചു, ആളുകൾ ശരിക്കും സഹകരിച്ചു. എന്നിട്ട് പഞ്ചായത്ത് ലെവലിൽ അവർക്ക് അന്നേരം തന്നെ ഇടപെടേണ്ടി വന്നു. ഇവർ പോയി പിന്നെ ആളുകളെ കൂട്ടിയിട്ട് ഭയങ്കര ജാഥയും സമരവും പിക്കറ്റിങ്ങും ഒക്കെ നടത്തിയ മാർക്കറ്റിൽ ഇമ്മീഡിയറ്റായിട്ട് ഫലം കിട്ടി അവർക്ക്. അപ്പോൾ പഞ്ചായത്തിന് പിന്നെ അത് നോക്കേണ്ട വന്നു. അതുപോലെ പിന്നെ ബസ്സിൽ ഈ മീൻകൂട്ട കയറ്റില്ല. അന്നത്തെ റൂട്ട് ബസ്സുകൾ വരുന്നുണ്ട് അഞ്ചേതെങ്കിലും അവിടെ ഇവിടെയൊക്കെ, പക്ഷേ മീൻകൂട്ട കയറ്റില്ല, അത് നാറുമല്ലോ. അങ്ങനെ ഇവർ സമരം ചെയ്തു. അപ്പോഴത്തേക്കും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഞാൻ പറയണത്, ടോം ലോക്കലായിട്ട് തെളിയിച്ച് കാണിച്ചു കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിന്നാൽ, പൊരുതിയാൽ നിങ്ങൾക്കും അതിനുള്ള പൊരുതാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്കും കിട്ടും. അങ്ങനെ ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടിട്ട് ആ ഏരിയയിലേക്ക് പോകുന്ന ബസ്സുകൾക്കൊരു പ്രത്യേക സെക്ഷൻ വെച്ചിട്ട് അവരുടെ മീൻകൂട്ട വെക്കാനുള്ളൊരു സംവിധാനം. ബാക്കിയുള്ളവർ കയറുന്നവർ അതനുസരിച്ച് നിന്നാൽ മതി. ഇവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു.
അങ്ങനെ ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതും ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ ആളുകൾക്ക് തന്നെ ബോധ്യം വന്നു. അപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയണത് എന്താ, സാമൂഹ്യ പ്രവർത്തനമൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവണം. ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് അകത്തുനിന്ന് ചില സംഗതികൾ മനസ്സിലാക്കാൻ പറ്റും. ഇവർ മത്സ്യത്തൊഴിലായിട്ട് പിടിച്ചു സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ആരുണ്ടൊക്കെ വന്ന് പോർച്ചുഗീസുകാരൊക്കെ വന്നിട്ടാണ് ഇവർ കൺവേർട്ട് ചെയ്ത്. കുറേ പഴക്കമുള്ള ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവർക്ക് എന്തോന്ന് ആ ഒരു വിശ്വാസ രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനീ പറഞ്ഞ പൂജാരി പണിയുണ്ടല്ലോ, പള്ളി കെട്ടുക, കർമ്മങ്ങൾ നടത്തുക, അതിന് കീഴിൽ അവരെ പിടിച്ച് നിർത്തുക. അപ്പോൾ അവർ ഭയങ്കര വിശ്വാസികളാണ്. അപ്പോൾ ആ വിശ്വാസം ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിച്ച് അവരിൽ നിന്ന് പൈസയും കൈപ്പറ്റി പള്ളികളും വെച്ച് അവരെ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് അത് ഇന്നും സ്ട്രോങ്ങാണ്. അത് ഇന്നും അങ്ങനെ നിർത്തിക്കൊണ്ട് പോകും. അത് തൊട്ടറിഞ്ഞ് കഴിയുമ്പോൾ, അത് അനുഭവിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചൂഷണമായിട്ട് കാണാൻ പറ്റും. ഇന്ന് ഈ സംഘടിത മതം എന്ന് പറഞ്ഞാൽ അവർ ചൂഷണം ചെയ്യും. നല്ലൊരു പരിധി വരെ അവരുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും. ഇപ്പം കോടികൾ വില മതിക്കുന്ന പള്ളികളെ കെട്ടിക്കൂട്ടുന്നത് അങ്ങനെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കോടികളുള്ള അങ്ങനെയാണോ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്? പക്ഷെ അതാണ് ഇന്നും നടക്കുന്ന പലതും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ടോമിനിങ്ങനെ ആവേശം വരും. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സംഗതികളാണ്. ഈ എന്താണ് മതം തന്നെ, സംഘടിത മതം തന്നെ മനുഷ്യന് ജാതി പാരയാകുന്നവന് തന്നെ അവൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അവൻ്റെ മനുഷ്യത്വം വളരാനോ ഒന്നും ഇതൊരു പങ്കും വഹിക്കുന്നില്ല. കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ആഘോഷങ്ങൾ, ഓരോ പള്ളികളിലൊക്കെ എന്ത് ആഘോഷമാണ് നടത്തുന്നത്, എന്ത് ചിലവിടുന്നത്, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇഷ്ടം പോലെ പള്ളി കെട്ടാനൊക്കെ അവർ അകമഴിഞ്ഞ് സംഭാവന ചെയ്യും. അതൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ അച്ഛന്മാർ, പുരോഹിത വർഗം അവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കുകയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെ. അപൂർവമായിട്ട് അതുപോലെ അയാളെപ്പോലുള്ളൊരു ബിഷപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ബിഷപ്പിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവമാണുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ക്ഷാമവുമില്ല. അവർക്ക് വലിയ ക്ഷാമമൊന്നുമില്ല ജീവിക്കാനായിട്ട്. കാരണം പൈസയുണ്ട്. കാരണം ജോലിയുണ്ട്. പിന്നെ വേനൽക്കാലത്ത് മാത്രം മീൻ കുറച്ച് കുറവാകുമ്പോൾ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മീൻപിടുത്തം കൊണ്ട് സുഖമായിട്ട് കഴിയും. പക്ഷെ അവർക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള പ്രശ്നം. അവർക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ല. പൈസ എങ്ങനെ കൈകാര്യം ജീവിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുകയും ചെയ്യും. എത്ര ആളുകൾ, പല മന്ത്രിമാരും കസേര കയറി ഇരുന്നിട്ടുണ്ടല്ലോ, മന്ത്രിമാർ അവരുടെ ഇടയിൽ നിന്ന്. പക്ഷേ ഇത് മോമെൻറ്റ് അവർക്ക് പണമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ബുദ്ധി പ്രയോഗിച്ചിട്ട് ബുദ്ധിപൂർവ്വം കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് അവരവിടുന്ന് പോവും. അവർ പിന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിരിക്കില്ല. അങ്ങനൊരു ബന്ധമുണ്ട് പലരുമായിട്ട്. അവരവിടെ ഉണ്ടാവില്ല. അവർ പിന്നെ കടപ്പുറംകാർ തള്ളിപ്പറയുള്ളൂ. ഇവരിങ്ങനെ ഒരു പ്രത്യേക കൾച്ചറായിട്ട്, അത് നമുക്ക് കടപ്പുറത്തേക്ക് പോകുമ്പോൾ അറിയാം. ആ കടപ്പുറത്ത് നിന്ന് ഇപ്പോൾ 5 തെങ്ങ് ഏരിയയിൽ 5 തെങ്ങ് കായൽ ഇങ്ങനെ ഏറെക്കുറെ കിടക്കുന്നത്, അതിന് പാരലായിട്ട്. അപ്പോൾ ഈ 5 തെങ്ങ് കായൽ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ലോകമാണ്. ഈ ആദിവാസികളുടെ കാര്യം പറഞ്ഞ കണക്ക് അതിനൊരു പ്രത്യേക സംസ്കാരവും ഭയങ്കര ഈ ജീവിതത്തെ കയ്യിലെടുത്ത് പിടിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അതൊരു പ്രത്യേക ധൈര്യമാണ്. അവർ ഒന്നും മടിക്കില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ അടിയും കിട്ടും. നമുക്ക് അച്ഛന്മാർക്കിട്ട് അടി കിട്ടിയ എത്രയോ സംഭവമുണ്ട്. പിന്നെ എത്രയോ പള്ളികളിൽ നിന്ന് അവർ അച്ഛന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാരും ഉണ്ടെന്ന് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിക്കൊണ്ട് പോകണം അവിടെ നിന്നൊക്കെ. എന്തിനും പിരിവിട്ടാൽ കിട്ടും. അവർ സ്നേഹത്തിലാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഒരു ടൈപ്പാണ്. അവരായിട്ട് ഉടക്കി പ്രശ്നമാകാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞ കണക്കാർക്കൂടെയൊക്കെ നിൽക്കേണ്ട വരും. അതത്ര പലപ്പോഴും അത്ര ശരിയൊന്നും ആയിരിക്കില്ല. അങ്ങനെ നിന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ മുതലെടുക്കാൻ പോണ ഒരാളാണെങ്കിൽ, ഒരു അച്ഛനാണെങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ടാക്കാം. കടലിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഞങ്ങൾ ഈ കരമടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ഒരു വിഭജനമുണ്ട്. കരയിലെയും കടലിലെയും പണി ചെയ്യുന്നവരാണ് ഹൈ ക്ലാസ്. അവർക്ക് 25 ഷെയർ വരെ കിട്ടും. ഒരു കണക്കൂടുന്ന രീതിയാണ്.
അതായത് മാക്സിമം ഷെയർ കിട്ടും. മറ്റേ കര മാത്രം ചെയ്യുന്നവരാണെങ്കിൽ 18 വരെ പോകുള്ളൂ മാക്സിമം, അത് കൂടുതൽ കിട്ടില്ല അവർക്ക്. ഞങ്ങൾക്ക് 18 വരെ കിട്ടിയിട്ടുണ്ട്. സാധാരണ 14 തുടക്കത്തിൽ 14 പിന്നെ 18 വരെ ആയിട്ടുണ്ട് ഞങ്ങൾ. അതായത് ഹൈ ഗ്രേഡ് കര വർക്കേഴ്സാണ്. അപ്പോൾ ഈ കര നിൽക്കണം ഞങ്ങളെപ്പോലെയുള്ളവർക്കും ചില പൂതികൾ ഉണ്ടാവുമല്ലോ കടലിലേക്കൊന്ന് പോകാൻ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട് വള്ളത്തിൽ. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കത് ശീലിക്കണം. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള മാറ്റിയെന്ന് പറഞ്ഞ പുള്ളി ഒരിക്കലും ഇങ്ങനെ പോയിട്ട് വന്നിട്ട് പുള്ളിക്ക് ഛർദി പിന്നെ വയറ് പ്രശ്നമൊക്കെ ഉണ്ടായി, ഈ ഇളക്കം വന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവത്തിനും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കടലിൽ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ വർക്കുമായിട്ട് ഞങ്ങൾ ചെയ്ത മീൻപിടുത്ത പണിയായിട്ട് പോയിട്ടില്ല കടലിൽ. കരന്ന് വലിക്കരുതാണ്, അതിൽ ഞങ്ങൾ ഉഷാറാണ്. അതിൽ ഞങ്ങൾക്ക് ഹൈ ഗ്രേഡ് കിട്ടുകയും ചെയ്യും. ഈ തോമസ് കോച്ചേരി എന്ന് പറഞ്ഞ ആൾ ഈ മത്സ്യത്തൊഴിലാളികളെ കാണുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് അടുത്ത് ഇടപഴകുന്നത് ഞങ്ങൾ പോയ ഇടവകയിൽ വെച്ചാണ്. ഞങ്ങളന്ന് 3 പേരുണ്ടായിരുന്നു. 3 പേരും കൂടെയാണ് ഈ പർട്ടിക്കുലർ ഇടവകയിലേക്ക് പോണത്. അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമുള്ള 5 തെങ്ങ് കോട്ടയ്ക്കടുത്താണത്. കോട്ടയുടെ ഒരു വശം തുടങ്ങിക്കഴിഞ്ഞ് പൂത്തുറ എന്ന് പറയും. പൂത്തുറ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയൊക്കെ ഒരു 2-2.5 കിലോമീറ്റർ പോയാൽ ഉള്ളതാണ് മുതലപ്പുഴി എന്ന് പറഞ്ഞത്. ഇപ്പോൾ പലപ്പോഴും പേപ്പറുകളില്ലേ, അന്ന് മുതലപ്പുഴി ഇല്ല, അന്ന് അങ്ങ് തുറന്ന് കിടക്കും. അതായത് 5 തെങ്ങ് കായൽ വന്ന് കടലിൽ കൂടുന്ന ആ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പൂത്തുറയിൽ പോയിട്ട് ബിഷപ്പിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ബിഷപ്പ് ഞങ്ങളെ വെൽക്കം ചെയ്ത്. അപ്പോൾ ഞങ്ങളവിടെ ജീവിച്ചപ്പോൾ ആണ് ടോമിനും കുറച്ചുകൂടെ ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾ പല ചർച്ചയും ചെയ്തിട്ടുണ്ട്. യൂണിയൻ തുടങ്ങുന്ന കാലത്ത് ഞങ്ങളവിടെ ഉണ്ട്. അനേകം മീറ്റിങ്ങുകൾക്ക് ആളുകൾ വിളിച്ചു കൂട്ടാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ 5 തെങ്ങ് ചെറിയൻകീഴ് ടൗണിൽ നടന്ന സമരത്തെ പറ്റി ഞാൻ പറഞ്ഞില്ല, പല സമരങ്ങളിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോം എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച്, ഇപ്പം എന്നെ കഴിഞ്ഞ് ഇത്തിരി സീനിയറാണ് പുള്ളി ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ കൂടിയത്. അതുകൊണ്ടൊരു 3-4 വയസ്സിന് പുറകിലാണ് ഞാൻ, പുള്ളി സീനിയറാണ്. പക്ഷേ പഠനവും കാര്യങ്ങളൊക്കെ ഒന്നിച്ചാണ്, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചാണ് ഞങ്ങൾ. അപ്പോൾ ഈ കടപ്പുറത്തി എന്ന അവരുടെ അവസ്ഥ കണ്ടപ്പോൾ, അത് തൊട്ടറിഞ്ഞപ്പോൾ ആണ് പുള്ളിക്ക് ആവേശം വന്നതെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. പിന്നീട് പുള്ളി അത് തിരിച്ചറിഞ്ഞതിന് ശേഷം പുള്ളിയെ പിന്നെ പിടിച്ചാൽ കിട്ടില്ലാത്ത രീതിയിൽ പുള്ളി കംപ്ലീറ്റ് അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതായി. അങ്ങനെ പുള്ളി പൂത്തറയെന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പൂത്തറയെന്ന് തോമസ് കോച്ചേരി തുടങ്ങി അവസാനം വേൾഡ് ലെവലിലെത്തി, WFF രൂപീകരിച്ച്. അപ്പം അത് വേറെ ആർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം ടോം എന്ന് പറഞ്ഞ ആൾ ഒരു ബോൺ ലീഡറായിരുന്നു, ഒരു വിഷനറി ആയിരുന്നു, ഒരു പക്ക പൊളിറ്റീഷ്യനുമായിരുന്നു. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ട് സംഗതികൾ കൈകാര്യം ചെയ്യാൻ ആൾ ഭയങ്കര ഇൻ്റലിജൻറ്റുമായിരുന്നു, കാര്യങ്ങൾ വിലയിരുത്താനും. അപ്പോൾ ഒരു ജനത്തിന് വേണ്ടിയിട്ട്, പിന്നെ പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻവയറൺമെൻ്റൽ ഇഷ്യൂസിലൊക്കെ പുള്ളി തൊട്ടല്ലോ, ഈ കടലിൻ്റെ മലിനീകരണങ്ങൾ, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പുള്ളി അതിലും കമ്മിറ്റഡ് ആയിരുന്നു ഒരുപാട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പുള്ളി ഇപ്പോൾ ഇന്ന് പലരും ഈ ലീഡർഷിപ്പ് തന്നെ മന്ത്രിമാരോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള അച്ഛന്മാരോ ഒക്കെ ആണെങ്കിലും ഇവർ തൊട്ടറിയാതെ അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്ട്രഗിൾ എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ സമർപ്പണ ജീവിതം പറ്റില്ല, പുറമേ നിന്നുകൊണ്ടുള്ള ആട്ടിക്കൂട്ടലായിരിക്കും. അപ്പോൾ തോമസ് കോച്ചേരിനകത്തേക്കാണ് വന്നത്. അപ്പോൾ 7 വർഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ പുള്ളി ഇതറിഞ്ഞു. പ്രത്യേകിച്ചും ടോമിനെ പോലെയുള്ള ഒരാൾ എന്നെ അത്രയും ടച്ച് ചെയ്യൂല ചിലപ്പോൾ, പക്ഷേ പുള്ളിയെ ടച്ച് ചെയ്തു. പുള്ളി ആ ഒരു വിഷണറി എന്നുള്ള രീതിയിൽ പുള്ളി അത് കണ്ടു കാണും നേരത്തെ കൂട്ടി തന്നെ. അപ്പോൾ പുള്ളി അവിടെ തന്നെ നിന്നു, കടപ്പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിത സമർപ്പണം ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത്. അത് ഈ കൊല്ലത്തും നീണ്ടകരയൊക്കെ ആയിട്ട് കുറേ സമരങ്ങൾ ഏണ്ടൊക്കെ നടത്തി, ലോക്കലായിട്ടുള്ളത് നടത്തി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പുള്ളി
ഫിഷർമെൻസ് എന്നാ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനായി കേരളത്തിൽ നിന്ന് പുറത്തായി തമിഴ്നാട്ടിൽ. അന്നേരമൊക്കെ ഞാനും ഇടയ്ക്ക് പുള്ളിയുടെ സംഗതികൾക്കൊക്കെ പോകുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷവും. പിന്നെ ഇവിടെ ഉറച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെയായി. ടോം ഇവിടെയും വരുമായിരുന്നു ചർച്ചയ്ക്കും കാര്യത്തിനൊക്കെ. അങ്ങനെ ടോം ഇതുമായിട്ട് വളരെ അടുത്തറിയാവുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരിക്കലും എന്താ പുള്ളിയുടെ ഒരു ഗ്രേഡിൽ, പുള്ളിയുടെ ഒരു രീതിയിൽ കാണാനോ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. എനിക്ക് കൂടുതൽ പിന്നെ സമരവും അങ്ങനെ സംഘടിപ്പിക്കലും വലിയൊരു രീതിയിൽ അങ്ങനെ പോണ ഒരു സംഭവം എനിക്കില്ല. എനിക്ക് ആളുകളുമായിട്ട് ചേർന്ന് ജീവിച്ച് ആ ഒരു കൂട്ടായ്മയിൽ പോവുക എന്നുള്ളൊരു സംഭവമാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വഴി പിരിയുന്നതിനും കുഴപ്പമുണ്ടായില്ല, ഒന്നിച്ച് നിന്നവരാണ്. പക്ഷെ ആ ഒരു ടൈപ്പിൽ പോകാൻ എൻ്റെ രക്തത്തിലില്ലത്. ആ രീതിയിലുള്ള പുള്ളി ഭയങ്കരമാണ്. നിരാഹാരം കിടക്കണമെങ്കിൽ അങ്ങനെ ആരെയും പോയി വെല്ലുവിളിക്കുക, ആ സമരം ചെയ്തിട്ട് ആ ഏത് പഠിക്കലും നിരാഹാരം കിടക്കുക, അതൊക്കെ പുള്ളിക്ക് സർവ്വസാധാരണമാണ്. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു പുള്ളി. അതുകൊണ്ട് പുള്ളിക്ക് അവിടം വരെ എത്താനും പറ്റി. അതുകൊണ്ടാണ് പുള്ളിയെ പോലുള്ള ഒരാളൊക്കെ മരിച്ച് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ടൈപ്പിൽ പോകാൻ പറയാനും ഇല്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എനിക്ക് ഉത്തരം മുട്ടിപ്പോകുന്നൊരു സംഗതിയാണ്. പുള്ളി എവിടെ കൊണ്ട് എത്തിച്ചോ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെന്നേ നമുക്കറിയാം. വേൾഡ് ഫോറൊക്കെ നിന്നുപോയി. ഇപ്പോൾ ഉള്ളത് തന്നെ കുറേ ഡിമിനിഷായിട്ട് ഉള്ളതേ ഉള്ളൂ ഒന്നിനൊന്ന്. അപ്പോൾ ടോം പോയ വഴിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രത്തിൽ ഇതൊരു പ്രതിഭാസമാണോ എന്ന് ഞാനങ്ങ് ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന ആളുകൾ ഒറ്റപ്പെട്ട്, അതായത് ചരിത്രത്തിൽ ഇങ്ങനെ കാണാം, പക്ഷെ അതിൻ്റെ ഒരു ഫോളോ അപ്പോ ഒരു വളർച്ചയോ പോയത് ഒരുപാട് സംഗതികൾ നമുക്ക് കാണാം. അങ്ങനെയുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അതങ്ങ് തീരുന്നു. ഒരു പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ. അപ്പോൾ ഞാനത് വറീഡുമല്ല. കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛനെ പോലെയുള്ള ഒരാൾ ഇനിയിവിടെ എന്തെങ്കിലും തുടർന്നുകൊണ്ട് പോവോ? ഇപ്പോൾ സുരേന്ദ്രൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മരണശേഷം, എൻ്റെ കാലശേഷം അന്ന് ജീവിക്കുന്നവരെന്താണെന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് അവരെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഉണ്ടാക്കി? പിന്നെ ഒരു ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വേദിയുണ്ട്, ഇപ്പോൾ ഒരു ട്രസ്റ്റുണ്ട്, ആദിവാസികളായിട്ടുള്ള ചില ചെറിയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇനി വരുന്ന തലമുറയിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഒരു ഗ്രൗണ്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ അവരെങ്ങനെ പോകണം എന്നുള്ള, ഇനിയിപ്പോൾ അവർക്കെതിരായിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം വളർന്നു വന്നാൽ അതിനും വേദിയാവും ഇത്. ഇവരെല്ലാം കൂടെ സുപ്രഭാതത്തിൽ RSS ആവോ? അങ്ങനെ എങ്ങനെയാ അറിയണേ? ചരിത്രം അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ പൂത്തറയിൽ പ്രശ്നങ്ങൾ കാണുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ രാഷ്ട്രീയക്കാരുടെ സംഘടനകളാണ്, യൂണിയനുകളാണ്. മിക്ക രാഷ്ട്രീയ മാർക്സിസ്റ്റുകാർക്കുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു അവരുടെ യൂണിയനുകൾ, എന്തോ പേരൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് അവരുമായിട്ടുള്ള ബന്ധവും വോട്ടും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലാതെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അത് ഞങ്ങൾ തുടക്കകാലത്തോടെ ഉണ്ടാകുന്ന ഈ മറ്റ് സംഘടനകൾ മറ്റ് പ്രസ്ഥാനങ്ങൾ അവരെ സമരം ചെയ്യാനൊക്കെ കൊണ്ടുപോകും, അവരുടെ റാലികൾക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ ഏതെങ്കിലും നേതാക്കന്മാരുടെ സ്വീകരണം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെ കൊണ്ടുപോകും. അങ്ങനെ അവരെ ഉപയോഗപ്പെടുത്തും. അല്ലാതെ അവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു റോളില്ല, ഈ ജനത്തിനേ ഇല്ല. അപ്പോൾ അവരെ എങ്ങനെ മുൻതരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് പോരാ, അതിനൊരു പ്രസ്ഥാനം തന്നെ വേണം. അത് എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളിക്ക് അത് വന്നു കാണും. ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയാലേ, ഇപ്പോൾ എന്നെ കഴിഞ്ഞൊക്കെ മുൻകൂട്ടി കാണാനുള്ള ശേഷി അയക്കുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അയാൾ ഇപ്പോൾ ഇത് യൂണിയൻ എന്നൊക്കെ പേരൊക്കെ ഇട്ട് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഫെഡറേഷൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് സഹകരിച്ച കുറേ ആൾ എനിക്കറിയാമായിരുന്നു. തുടക്കത്തിലേ ഉണ്ടായിരുന്ന കുറച്ച് നേതാക്കന്മാരൊക്കെ, അവരൊക്കെ പലരും മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ നിന്നവരാണ്, ഈ രാഷ്ട്രീയക്കാരുടെ. അപ്പം അവരെ ഉപയോഗിക്കാനാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് വന്നവരും ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ ബൂസ്റ്റായിരുന്നു പുള്ളിക്ക്.
ഇപ്പോൾ പുള്ളി യൂണിയൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല തുടക്കത്തിൽ ഉഗ്ര പരിപാടിയാണ്. അങ്ങനെ ഇവർ ചില സമരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിൽ ഒക്കെ നടന്ന സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അവസാനത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു നിരാഹാരമൊക്കെ കിടന്ന മത്സ്യത്തൊഴിലാളി, അത് എന്തിൻ്റെ സമരം ആർന്നത്? കോഴിക്കോട് വരെയുള്ള ഒരു ഡൊമിനിക് ഇവിടുന്ന് പങ്കെടുത്ത് അത് എന്ത് നേടാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. ഓൾ കേരള ലെവലിലുള്ള ഒരു ഇഷ്യൂ വെച്ചിട്ട് അവർ സമരം ചെയ്തതാണ്. അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരാൾ മത്സ്യത്തൊഴിലാളി ഇടയിൽ നിന്ന് തന്നെയുള്ള, അവൻ എന്നോട് വളരെ അടുപ്പമായിരുന്നു, ഒരു ജോയിച്ചൻ ആൻ്റണി എന്ന് പറഞ്ഞു. ആദ്യത്തെ ഈ ഇതിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞു പുള്ളി. ഇയാൾ അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ത് പറയും ഒരു ആളുകളെ സംഘടിപ്പിക്കണമെങ്കിൽ, അതുപോലെയൊക്കെ തന്നെ ഇവരും രാഷ്ട്രീയക്കാരുടെ ഒരു പ്രസ്ഥാനമാണല്ലോ യൂണിയനുകളും. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിക്ക് ആത്യന്തികമായിട്ട് അവർ വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പ്രസൻറ്റ് ചെയ്യും, ജനങ്ങളോട് എന്ത് പറയും, അപ്പോൾ നമുക്ക് ഇന്നത് നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പറ്റിക്കലല്ലേ നടത്തുന്നത്. ചിലപ്പോൾ വല്ലതൊക്കെ ചെറിയ രീതികളിലൊക്കെ നമ്മൾ സമരം ചെയ്തുകൊണ്ട് അത് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വല്ലതൊക്കെ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു 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 അറിവിന് ലീഡർഷിപ്പിനുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ളവരൊക്കെ അല്ലേ ഈ ടോമിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് വന്ന്. ഞാൻ ജോയിച്ചൻ ആൻ്റണിയൊക്കെ എടുത്തു പറഞ്ഞ് അവനൊക്കെ ആ കോൺഗ്രസ്സുകാരുടെയോ ഇതിൽ സമരമൊക്കെ നടത്തി അനുഭവമുള്ള ആളാണ്. അപ്പം അതിൻ്റെ പൊള്ളത്തരം അവന് മനസ്സിലായിട്ടാണ് ആയിരിക്കലും ഇങ്ങോട്ട് ചേർന്നത്. ഇപ്പം ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ പള്ളിയായിട്ട് ചെയ്യണ അവർ പറയുന്ന സംഗതികൾ വളരെ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ലക്ഷ്യം അവർക്കുണ്ടാവും. അവർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ആവർത്തനമാണല്ലോ വേറൊരു. അങ്ങനെ ജോയിച്ചനാഥിൻ്റെ എനിക്കതുണ്ടായിരുന്നു, എനിക്കറിയാം, പുള്ളിയെ അറിയാമായിരുന്നു. അങ്ങനെ പല ലീഡേഴ്സിനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. അല്ലാതെ പുതിയതായിട്ടൊന്നും നേടിയെടുക്കാമെന്ന് പുതിയത് പ്രസൻറ്റ് ചെയ്തിട്ടല്ല. അവരെവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ചിന്തിച്ചിട്ട് അവരുടെ ആ ജനത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ ഇയാൾക്ക് പറ്റും, ഈ പ്രസ്ഥാനത്തിന് പറ്റും എന്നുള്ള ബോധ്യം വന്നുകൊണ്ട് കൂടെയാണ്. പക്ഷേ ഈ ജോയിച്ചൻ ആൻ്റണി എന്ന് പറഞ്ഞ ആ ആൾ പെട്ടെന്ന് ഒരു അപകടത്തിൽ മരിച്ചുപോയി. അപകടം എന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ വള്ളം കരമടി. ഞാൻ പറഞ്ഞത് കരമടി എന്ന് പറഞ്ഞാൽ അവരൊരെണ്ണം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അവന് ഈ യൂണിയൻ്റെ വർക്കിനൊക്കെ വരും. അപ്പം ഞാൻ പൂത്തറയിലും പലപ്പോഴും ഒന്ന് അവനായിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് വർത്തമാനം പറഞ്ഞ്. അങ്ങനെ ഈ ജോയിച്ചൻ ആൻ്റണിക്ക് അങ്ങനെ അവൻ ഈ യൂണിയൻ്റെ വർക്കിനൊക്കെ പോവും. പക്ഷെ അവനൊരു കരമടി മേടിച്ചു. മെക്കനൈസ്ഡ് ഒന്നുമല്ല, ഇത് തുഴഞ്ഞു പോകണം തന്നെ. അന്നൊരു 10,000, 60,000, 70,000, ചിലപ്പോൾ 1,00,000 അതൊക്കെ മുടക്കാവും മേടിച്ച്. എന്നിട്ട് ഈ സാധനമേ, ഈ വള്ളം വലിയൊരു വള്ളമാണ് അത്, കട്ടമരമല്ല, വലിയ വള്ളം തന്നെ, കടലിൽ പോകണം. അത് കുറേ വെള്ളമൊക്കെ തിരിച്ച് കയറും തിര കയറുമ്പോൾ. ഈ വള്ളം ഈ കരയ്ക്ക് വരുമ്പോൾ, ഇപ്പോൾ തിര ഇങ്ങനെ അടിക്കുന്ന തീരമാണല്ലോ, തിര ഒന്നിന് പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ഇപ്പോൾ മീൻപിടുത്തോ അല്ലെങ്കിൽ വലയിട്ടിട്ട് ഈ വള്ളം കരയ്ക്ക് വരണമല്ലോ. ഈ വള്ളം കരയ്ക്ക് വരുമ്പോൾ നേരെ കൊണ്ടുവരണം, വാണം വരുന്നതെങ്കിൽ വരും. ഈ തിരയുടെ ശക്തി കൊണ്ട് തിര കരയ്ക്ക് വരുവാണല്ലോ, ഒരിക്കലും വിലങ്ങാൻ സമ്മതിക്കരുത്. ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ വാണം വരുന്ന കണക്ക് വന്ന് കയറണം. വിലങ്ങിയാൽ ആഡിറ്റ്. അങ്ങനെ വിലങ്ങിപ്പോയതാ. വിലങ്ങിപ്പോൾ അവൻ ആ വള്ളത്തിൻ്റെ ഇതിലായി ഒരു സൈഡിലായിപ്പോയി. വള്ളം വന്ന് അടിച്ച് തിര ഒന്നിനൊന്നിന് വരുവാണല്ലോ. അത്യാവശ്യം വലിയൊരു തിര വന്നൊരു വള്ളം ഇങ്ങനെ കിടക്കുന്ന വള്ളത്തിലൊന്ന് അടിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ബാധിക്കും. ഇത് വന്ന് അവനങ്ങനെ ജാമായിപ്പോൾ. അങ്ങനെ ആളുകൾ മരിച്ചു വന്ന് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊരു വള്ളം വലയിട്ടിട്ട് കരയ്ക്ക് വരുമ്പോൾ മേക്ക് ഷുവർ ആ വള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഷുവറാക്കുക.
അല്ലെങ്കിൽ വള്ളം പൊളിഞ്ഞു നോക്കട്ടെ എന്ന് ഇട്ടച്ച് വേണമെങ്കിൽ പോരാം. അപ്പോൾ പലരും എടുത്ത് ചാടും, എന്നിട്ട് എടുത്ത് ചാടരുത്. ചാടാതെ കരയ്ക്ക് വന്നു കഴിയുമ്പോൾ നിലയുള്ള സ്ഥലത്ത് തിരയുണ്ടെങ്കിൽ അവർ ചാടാതെ നിൽക്കണതിന് വള്ളം ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ്. വലിയ ആ രീതിയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം തിരവൊന്നും അടിക്കില്ല, അതങ്ങ് മുറിഞ്ഞു പോകും. ഈ വിലങ്ങി കിടന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു തിര മതി, വലിയ തിര വന്നാൽ നമുക്ക് ഒരു ശക്തിക്കും പിടിച്ചിരിക്കാൻ പറ്റാതെ വരും, അതുപോലെ കൊണ്ടുപോകും. അങ്ങനെ പോയതാണ് മരിച്ചത്. ഒരുപാട് നാട്ടറിവും കഴിവും ഒക്കെ വേണേ. കാണുമ്പോൾ നിസ്സാര ഒരു കരമടി ഓപ്പറേറ്റ് ചെയ്യണേ, സ്വല്പം ഒരു ബാലൻസ് തെറ്റി അവർക്ക് തന്നെ അടി പകർന്നു. അതോടുകൂടിയാണ് ഞാൻ എന്തോ എന്ത് സ്കില്ലാണ് അവർക്കൊക്കെ ഉള്ളത്, അതൊന്നും അംഗീകരിക്കുന്നില്ല, നമ്മൾ കാണുന്നില്ല. ആ സ്കില്ലുണ്ടെങ്കിൽ അവിടെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അവനങ്ങനെ വലിയ എക്സ്പേർട്ടായിട്ടും കൂടെ അവൻ പറ്റി മരിച്ചു. അത് ഞാൻ അവിടെ ഉള്ള ടൈമിൽ പിന്നീടും ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ അവർ മനസ്സിലാക്കി, അതായത് നേതൃത്വം മനസ്സിലാക്കി ഇവരുമായിട്ട് ചങ്ങാത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. അവരെ കൗണ്ടർ ചെയ്തിട്ട് പറ്റില്ല എന്നുള്ള കാരണം ഇതൊരു അച്ഛനാണ്, ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർക്ക് മജോറിറ്റി എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. ഇപ്പോൾ ഇവർ ഭയങ്കര ലോബിയായിരുന്നു. നയനാരും പിന്നെ ഒരു മുഖ്യമന്ത്രിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, നയനാറിൻ്റെ കാലത്ത് ഭയങ്കര ലോബിയായിരുന്നു ഇവർ. മെയിൻ AK നയനാറായിരുന്നു. AK നയനാരുടെ കാലത്ത് അവർ എന്തെന്ന് ടോം പറഞ്ഞാൽ ആളുകളെ സംഘടിപ്പിക്കാൻ കൂട്ടാൻ പറ്റും. അപ്പോൾ അവരുമായിട്ട് അനുകൂലിച്ച് നിൽക്കുക, ഇവരെന്തെങ്കിലും സമരം ചെയ്ത് ഇതൊരു ഒരു അനുഭവത്തോടുകൂടി കാണുക. ആ ബസ് യാത്രയ്ക്കൊക്കെ വന്ന ആ കാലത്താണ് ഈ ബസ് യാത്രയ്ക്ക് സ്ത്രീകൾക്ക് ഇതൊക്കെ വന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള തീരുമാനം എടുക്കണമല്ലോ. ഈ അംഗീകാരം കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് അറിയാൻ പാടില്ല. അവർ ടോമിൻ്റെ പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ അവരുണ്ട്. ഇപ്പോൾ ഈ അറക്കലുമായിട്ട് ഒരുപാട് സംഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ അറക്കൽ അച്ഛൻ ഒരു അച്ഛൻ തന്നെയാണ്, അത് രൂപത അച്ഛനാണ്. പുള്ളിയുടെ ഫസ്റ്റ് പേര് ഞാൻ മറന്നു പോകണം, അറക്കലാന്ന് തോന്നുന്നു. ഏതായാലും ആളെ ഞാൻ അറിയുമായിരുന്നു. അപ്പോൾ പുള്ളി ഒരു പ്രസ്ഥാനമായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പ്രസ്ഥാനം പുള്ളി തുടങ്ങിയിട്ടില്ലെന്ന്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു അങ്ങനെ. പുള്ളി എന്തൊക്കെയോ സമരങ്ങളോ ആദിവാസികൾ അല്ല മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടോമുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി. പുള്ളി അങ്ങനെ കൗണ്ടർ ചെയ്തില്ല. അപ്പോൾ ഈ അച്ഛൻ പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. പുള്ളി കൊല്ലത്താണ് അതിൻ്റെ. അപ്പോൾ കൊല്ലത്തൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടോമിൻ്റെ പ്രസ്ഥാനമൊക്കെ വമ്പനായിട്ട് വളർന്നു വന്നു. എനിക്ക് തോന്നുന്ന ഈ അറക്കലിൻ്റെ രൂപതാ രീതിയിലുള്ള അതിനെന്തോ ഒരു വർഗീയ പേര ഉണ്ടായിരുന്നത്. അത് ടോമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വർഗീയമാണ്. പുള്ളി അങ്ങനെയുള്ളൊരു നിൽക്കില്ല. അവരെ തന്നെ അവർ ഒറ്റപ്പെടുത്തുമല്ലേ ലത്തീൻ ബാക്കിയുള്ളവരോടെ വേറെ ഉള്ളവരും ഉണ്ടെങ്കിലോ. അപ്പോൾ എല്ലാം ഒരു ഓൾ എംബ്രേസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളിയുടെ വീക്ഷണം. അങ്ങനെയാണ്. പുള്ളി ഒരിക്കലും വർഗീയ രീതിയിലേക്ക് പോകില്ല. അപ്പോൾ ഈ അറക്കലച്ഛനുമായിട്ട് അത് പേരിൽ മാത്രമല്ല, ആ സമീപനത്തിൽ അത് വരാലോ. നമ്മളിപ്പോൾ ഈ ലത്തീൻ കത്തോലിക്കരെ മാത്രം കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് ദ അതേഴ്സ്? അവരെന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവരല്ലേ, മത്സ്യത്തൊഴിലാളികളല്ലേ. ആ ടോം അങ്ങനെ ഒരു ഭയങ്കര വിഷണറി അങ്ങനെ കാണുള്ളൂ. അപ്പം അങ്ങനെ അത് അറക്കലച്ഛന് തന്നെ മനസ്സിലായി, അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ എന്തെന്നാ ആ ഒരു പെറ്റി ആയിട്ടുള്ള ഞങ്ങളുടെ ലത്തീൻ കത്തോലിക്കരുടെ മാത്രം എന്നും പറഞ്ഞങ്ങനെ പോവാം. പക്ഷെ അത് ശാശ്വതമല്ല, ശരിയല്ലല്ലോ. പിന്നെ അത് അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് വരാതെ അത് പുള്ളിയുടെ കാലത്ത് തന്നെ അത് അങ്ങനെ കുറേ ആളുകൾ ഇങ്ങോട്ട് തന്നെ മാറിക്കാണും. അത്ര ക്ലച്ച് പിടിച്ച അല്ലെങ്കിൽ വലിയൊരു പ്രസ്ഥാനം ആയിട്ടില്ല. കൊല്ല ഏരിയയിൽ എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ഉന്നമനത്തിന് വേണ്ടിയിട്ട്.